വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. എൻ്റെ പേര് ഡോക്ടർ സഹദുള്ള. ഞാൻ കിംസ് ഹെൽത്തിൻ്റെ ഗ്രൂപ്പ് ചെയർമാനും എം ടി ആണ്. ആൻഡ് on my right side is John Somragans, and ഇതൊക്കെ കിട്ടിയേക്കോ ഓക്കെ. ആൻഡ് he is a very well known figure in the field of ഈ ഫീറ്റോമെറ്ററൽ മെഡിസിൻ. അതിൻ്റെ വേറൊരു പേരാണ് പെരിനേറ്റോളജി. മെറ്റേണോ ഫീറ്റൽ മെഡിസിൻ അല്ലേ, MFM ആണ് പറയുന്നത്. അത് നമ്മുടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ബിക്കോസ് നമ്മുടെ സ്റ്റേറ്റ് വളരെ അഡ്വാൻസ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറ്റി പറയാം. ആൻഡ് ഈസ് ഒരു ഇൻ്റർനാഷണൽ ഫിഗറാണ് ഇതിനകത്ത്. ഓസ്ട്രേലിയ ന്യൂ സൗത്ത് വെയിൽസിലെ ലിവർപൂൾ ഹോസ്പിറ്റൽ മെഡിസിൻ അതിൻ്റെ പ്രൊഫസറാണ്. ഈ ഫീറ്റൽ മെഡിസിൻ്റെ പ്രൊഫസറാണ് അവിടെ. ആക്ച്വലി ഷീ വെൻ ദെയർ ആൻഡ് ഗോട്ട് ട്രെയിൻഡ് ഓൾസോ. ഡോക്ടർ വിദ്യാലക്ഷ്മി ഞങ്ങളുടെ കിംസ് ഹെൽത്തിൻ്റെ മെറ്റേണോ ഫീറ്റൽ മെഡിസിൻ്റെ ഹെഡാണ്. നാളെ ഒരു കോൺഫറൻസ് ഉണ്ട്. ആൻഡ് ഈ മെറ്റേണോ ഫീറ്റൽ മെഡിസിനെ പറ്റിയാണ്. ആ കോൺഫറൻസിൽ അതിൻ്റെ വേരിയസ് ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്യാൻ പല എക്സ്പെർട്സും ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. വേറൊരാൾ നിങ്ങൾക്കെല്ലാം ചിലപ്പോൾ കുറച്ച് പരിചയം കാണുമായിരിക്കും. ഡോക്ടർ സുരേഷ്. അദ്ദേഹം അതിൻ്റെ ഒരു വിദഗ്ധനാണ്. ചെന്നൈയിലാണ്. അദ്ദേഹം തന്നെ ബിൽഡ് ചെയ്ത ഒരു നല്ല എൻറ്റിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹം വരുന്നുണ്ട്. ഡോക്ടർ വിദ്യാലക്ഷ്മി, പിന്നെ ഇന്ത്യയിൽ നിന്ന് വേറെ പലരും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈ കോൺഫറൻസ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇപ്പോൾ 5 ആണ്. ആൻഡ് ലേറ്റസ്റ്റ് അമേരിക്കയിൽ 5.6 ആണ്. സോ വി ആർ ബെറ്റർ ദാൻ US in very simple terms. ആൻഡ് അത് വളരെ അഭിമാനത്തോടെ പറയാവുന്നതാണ്. ഞാൻ ഇന്നലെ ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിൽ അത് തന്നെ പറഞ്ഞാണ്. ആൻഡ് ഇന്ത്യയിലെ ബെസ്റ്റ് എന്നല്ല, അഡ്വാൻസ് കൺട്രീസിൽ വെച്ചും നമ്മൾ വൺ ഓഫ് ദ ബെസ്റ്റ്. അതെങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് കുറേശ്ശെ നമ്മുടെ ഫണ്ടമെൻ്റൽസ് വളരെ ഗുഡായതുകൊണ്ടും ഹെൽത്ത് കെയറിൻ്റെ ഫണ്ടമെൻ്റൽസ് ആദ്യം മുതലേ നല്ലതായതുകൊണ്ടും പ്രൈമറി കെയറും പ്രഗ്നൻസി കെയർ നല്ലതായതുകൊണ്ടും. അപ്പോൾ ഇപ്പോൾ ഈയിടെ 7 എല്ലാം ആയിരുന്നു, അതിപ്പോൾ 5 ആയി. ആൻഡ് അതേപോലെ തന്നെ പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഒരു കാര്യം കൂടെ പറയാം. അതായത് 65% ഓഫ് ദി കെയർ ഈസ് ഗിവൺ ബൈ ദ പ്രൈവറ്റ് സെക്ടർ. സോ പ്രൈവറ്റ് സെക്ടർ ഓൾസോ along with the government, fundamentals are good. And ഒരു റെസ്പോൺസിബിൾ പ്രൈവറ്റ് സെക്ടർ ബിൽഡപ്പ് ചെയ്യാൻ ഇൻ ദ ലാസ്റ്റ് 2 decades കഴിഞ്ഞ 20 വർഷമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ഇമ്പാക്റ്റ് ഉണ്ട്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇപ്പോൾ 22 ആണ്. അതേസമയം കോവിഡിന് മുമ്പ് 18 ആയിരുന്നു. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കൺഫ്യൂഷനെല്ലാം വന്നിട്ട് കുറച്ച് കൂടി. അപ്പോൾ ഇപ്പോൾ 22 ആണ്. ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് ഇൻ നമ്മുടെ ഇന്ത്യയിൽ. ഇന്ത്യയിലെ നാഷണൽ ആവറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ 88 ആണ്. ആൻഡ് സോ ദാറ്റ്സ് നോട്ട് ഗുഡ് അറ്റ് ഓൾ. I mean, I won't say not good at all. Yesterday, Health Minister, Union Health Minister told in Delhi, നമ്മുടെ 88 എന്ന് പറയുന്നത് തന്നെ 40% or 45% നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു ലാസ്റ്റ് ഇയറിൽ. അപ്പോൾ സോ വി ആർ ഫാസ്റ്റ് ഇമ്പ്രൂവിങ് കമ്പയർഡ് ടു അതർ കൺട്രീസ്. സോ മോശമെന്ന് പറയുന്നത് ശരിയല്ല. ഇറ്റ്സ് വെരി ഗുഡ്, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ കമ്പയറബിൾ ടു അതർ. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ആയിട്ട് നമ്മൾ ബെറ്ററാണ്. പക്ഷേ മെറ്റേണൽ മോർട്ടാലിറ്റി, ലോങ്ങിവിറ്റി ഓഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ വി ആർ വെരി ഗുഡ് ഇൻ ദിസ് ഇസ് 75. ആൻഡ് ഇന്ത്യയിൽ 70 ആണ്. നമ്മൾ 75 നമ്മുടെ ലോങ്ങിവിറ്റി ഉണ്ട്. സോ എല്ലാ വിധത്തിലും നമ്മളെ ഇൻഡിസസ് നല്ലതാണ്. പക്ഷേ എന്നാലും നമുക്ക് ചലഞ്ചസ് ഉണ്ട് ഈ മെറ്റേണൽ മോർട്ടാലിറ്റി. എവരി healthy life starts with a healthy pregnancy, and that is our
slogan. And that should be the slogan. That is how the world is. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇതിൻ്റെതായ പല ആസ്പെക്റ്റും നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫറൻസാണ് നമ്മൾ കൂടുന്നത്. അതിന് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണം. And you want to talk next, Dr. John talk. So John is going to explain, and naturally, he will be talking in English. And എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ please ask your questions, because ഇത് സാധാരണ സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് there may be questions, and that's why. John, I was telling them that we have in Kerala one of the best infant mortality rate, and it's 5 at the moment by SRS publication just recently. And United States has 5.6, so we are better than that 5. And our maternal mortality rate is 22. In fact, before COVID it was 18, but because of the COVID-related pregnancy problems it came down. And so I was just explaining that a very healthy life should start with a healthy mother. Yeah. So over to you, and please explain what are our deliberations for the conference, and what are the challenges we can achieve in our this beautiful state, how we can achieve better business. Thank you. So I've had the privilege of being here before because of Vidya training with us, and before that I used to go to Chennai quite often, and we had a few people come from Chennai to our hospital in Sydney. I think the thing that struck me early on with Kerala is your education system. In females, I gather it's the best in India, and yes, it starts with mothers and pregnancy, but it starts way before with education, and that makes a massive difference. Every improvement that comes in, it should be even better and better. So I think that's fantastic. The other thing that struck me as well was I remember talking, I think on the early visits, about supplementation in the population, folic acid. In exceptional circumstances, even anti-T wasn't being given to everyone to prevent. Not a big thing, as much as iron deficiency would be another. So I think you've got a great recipe going forward to have figures comparable with anywhere in the world, which is remarkable, because often if you look at any figures, let's say stillbirth, in underdeveloped countries, and parts of your country will be that, and parts of just about every country have that, it'll be double, straight off. And that's got to do with resourcing, etc. So all I can say is remarkable. Obviously, I work in more and more about less and less, which is very high risk pregnancy fetus, which is really a small part in the overall business of health. Where the future's going as well is not only healthy population, educated, healthy mothers, but in fact the first 2,000 days for the infant, and now it's great for the mother as well, because pregnancy being a screening test, it's a stress test. For females, it highlights health issues that need now to be followed up, not confined to pregnancy. Hypertension in pregnancy, diabetes in pregnancy, cardiac disease. Young women in our country are coming in with chest pain and doing worse than the men, because no one thinks they could have coronary artery disease. Well, they're getting it. So you go next into the first 5,000 days in an educated population and make sure that for life they have a passport of how their health is going, and their children, babies do better, and your overall health economics will do better, will come down and your expense. So it's a big ask. You've got a massive country with most probably massive disparity in certain places, and obviously I've had the privilege of in general working in developed countries, so I'm not going to lecture people who have to work with the hodgepodge of underdeveloped versus that, but it looks like to me over from about 2010, I think it was first year, that's 15 years, just a remarkable difference. And that's not even going into the details of
what I'm hearing is happening in terms of multidisciplinary teamwork, which is necessary. You can have the best cardiologist, the best surgeon, the best thing, but some people need all these people to work together, and it's quite difficult because a lot of people have egos in these systems. They're ships in the night, they'll write notes, they don't want to talk, they never have time. That's a challenge, and I'm pleased to hear that how well it's going in KIMS at the moment. And that's not a plug just because I'm sitting with them. Vidya came. കിംസ് ഹെൽത്തിലെ ഹൈ റിസ്ക് പ്രഗ്നൻസി ഫീറ്റൽ മെഡിസിൻ വിഭാഗം വകുപ്പ് മേധാവിയും ക്ലിനിക്കൽ ഡയറക്ടറുമാണ്. ഡോക്ടർ സഹദുള്ളയും ഡോക്ടർ സ്മോളനിക്കും പറഞ്ഞതുപോലെ ഒരു ചെറിയ തുടക്കമായിരുന്നു. ഞാൻ 2007-2008 ഓസ്ട്രേലിയയിൽ 2 വർഷം ഡോക്ടർ ജോണിൻ്റെ അടുത്ത് ഈ മെറ്റേണൽ ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞ സ്പെഷ്യാലിറ്റി പഠിക്കാനായിട്ട് പോയത്. തിരിച്ചു വന്നപ്പോൾ കിംസിൽ തന്നെ അത് തുടങ്ങണം എന്നുള്ളത് ഡോക്ടർ സഹദുള്ളയുടെ ഒരു വലിയ വിഷനായിരുന്നു. 15 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിനൊക്കെ എന്ത് ചെയ്യാൻ സാധിച്ചു എന്നതായിരിക്കണം നമ്മുടെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ്. പക്ഷേ കേരളത്തിനെ മാത്രം മുൻനിർത്തി നോക്കുമ്പോൾ സാറ് പറഞ്ഞതുപോലെ മാതൃശിശു മരണനിരക്കിൽ നമ്മൾ ഒരു വിദേശ രാജ്യം, ഒരു വികസിത രാജ്യത്തിന് തുല്യമായോ അതിന് മുകളിലോ നിൽക്കുന്ന കാരണം തീർച്ചയായും നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് സെക്ടറിലുള്ള മുന്നോക്കം തന്നെയാണ്. അതായത് ഈ പ്രഗ്നൻസിക്ക് മുമ്പുള്ള വാക്സിനേഷൻസ്, പ്രഗ്നൻസിയിലുള്ള കെയർ, ഗർഭസ്ഥ ശിശുവിനുള്ള കെയർ, ഇതെല്ലാം കേരളത്തിൽ തീർച്ചയായും ഒരു വികസിത രാജ്യത്തിനോളമുണ്ട്. പിന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ തീർച്ചയായും അതും ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയും മറ്റ് ഹോസ്പിറ്റൽസിൽ, അതായത് നമ്മുടെ തൈക്കാട് ഹോസ്പിറ്റലിലോ പേരൂർക്കടയിലോ അല്ലെങ്കിൽ SIT ഹോസ്പിറ്റലിലോ ഉള്ളൊരു പേഷ്യൻറ്റിന് ഒരു സപ്പോർട്ടീവ് കെയർ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങി തന്നെയും അവരെ നമ്മുടെ ഗ്രൂപ്പായിട്ട് നിന്ന് മാനേജ് ചെയ്യുന്ന ഒരു ട്രെൻഡ് വളരെ റീസെൻ്റായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതും ഒരു നല്ലൊരു മുന്നേറ്റമാണ്. അടുത്ത തലമുറ തീർച്ചയായും അറിയണം എന്തെല്ലാമാണ് ഇതിനുള്ള അപ്ഡേറ്റ്സ് എന്നുള്ളത്. സോ അതിന് ഇങ്ങനത്തെ കോൺഫറൻസുകളാണ് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റ് അല്ലേ. അപ്പോൾ നാളെയും മറ്റന്നാളും നമ്മൾ താമരയിൽ 2 ദിവസം ഒരു പവർ പാക്ഡ് സെഷൻസാണ്. ഡോക്ടർ സ്മോളനിക്കാണ് ഇത് ലീഡ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ നോളജ് വെച്ചിട്ട്. പിന്നെ ഇന്ത്യയിലെ തന്നെ ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ എക്സ്പേർട്സ് ഉള്ള, അതായത് ബാംഗ്ലൂരിൽ നിന്നും ഡോക്ടർ പ്രതിമ രാധാകൃഷ്ണൻ, ചെന്നൈയിൽ നിന്നും ഡോക്ടർ സുരേഷ്, പിന്നെ ഡോക്ടർ ഉമാറാം, ഡോക്ടർ RCOG, അതായത് റോയൽ കോളേജ് ഓഫ് ഒബ്സ്ട്രീഷൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റിൻ്റെ ഇന്ത്യയുടെ ചെയർപേഴ്സണാണ്. ഈ കോൺഫറൻസ് നമുക്ക് വേറൊരു ഇമ്പോർട്ടൻസ് വേറിട്ട് നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ കിംസ് ഹെൽത്തും റോയൽ കോളേജിൻ്റെ ഒരു ടീമിങ്ങുമായിട്ടാണ് നമ്മൾ ഈ കോൺഫറൻസ് നടത്തുന്നത്. ഇതൊരു കോളേജ് ലോഗോയിലെ ഒരു ഫംഗ്ഷനാണ്. അത് ആദ്യമായിട്ടാണ് നമ്മൾ കേരള സ്റ്റേറ്റിൽ റോയൽ കോളേജിൻ്റെ ഒരു അഫിലിയേഷനോട് കൂടി ഒരു കോൺഫറൻസ് നടത്താൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഇന്ന് തന്നെ ലോകത്തെ ഏറ്റവും വലിയ സെൻറ്റർ എന്ന് പറയുന്നത് റോയൽ കോളേജ് ലണ്ടനാണ്. അതിൻ്റെ ഒരു അഫിലിയേഷനും കൂടെ നമുക്കിതിൻ്റെ കൂടെയുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു അമ്മയുടെ മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തിനോളം ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ തന്നെ മാതൃമരണ നിരക്ക് ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഹാർട്ട് ഡിസീസും കൊണ്ടുള്ളതെല്ലാം നമ്മൾ ചികിത്സിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ മാനസികാരോഗ്യത്തിനൊരു ഇമ്പോർട്ടൻസ് തികച്ചും സംഭവിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൂട്ടുകുടുംബങ്ങളുള്ള കേരളത്തിൽ പോലും സൂയിസൈഡ്സും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും സൈക്കോസിസും തികച്ചും കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് ഇതിൻ്റെ ഈ ഒരു കോൺഫറൻസിൽ ഒരു വലിയ ഹൈലൈറ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടറിലെ ആദ്യത്തെ പെരിനേറ്റൽ മെൻ്റൽ ഹെൽത്ത് ക്ലിനിക് ഞങ്ങൾ നാളത്തെ ഇനോഗ്രൽ ഫംഗ്ഷനിൽ ലോഞ്ച് ചെയ്യുകയാണ്. ഗവൺമെൻറ് ഓഫ് കേരള ഒരുപടി മുന്നിലുണ്ട്. അവർ അമ്മ മനസ്സ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ട് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക്. പ്രൈവറ്റ് സെക്ടറിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം, അതായത് ഞങ്ങളൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ട് തന്നെ ഒരു ക്ലിനിക്കായിട്ട് അത് നാളെ ലോഞ്ച് ചെയ്യുകയാണ്. അത് തീർച്ചയായും ഒരുപടി മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. ഇനി ഈ കോൺഫറൻസ് വഴി ഏകദേശം ഒരു 200-300ഓളം ഡോക്ടേഴ്സ് പേഴ്സണലി വന്ന് അറ്റൻഡ് ചെയ്തും ബാക്കി ഒരുപാട് പേര് സൂമിലൂടെയും അല്ലാതെയും അറ്റൻഡ് ചെയ്യുകയും ഇത് കഴിഞ്ഞിട്ട് കേൾക്കാൻ ഒരു 500 ഡോക്ടേഴ്സിനെങ്കിലും നമുക്കിതിനോടുള്ള ഈ കോൺഫറൻസോട് കൂടി കുറേ ഇൻഫർമേഷൻസ് കൊടുക്കാനും അപ്ഡേറ്റ്സ് അറിയിക്കാനും സാധിക്കും. സോ തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ കോൺഫറൻസിനും ഈ ഒരു പെരിനേറ്റൽ മെൻ്റൽ ഹെൽത്ത് ക്ലിനിക് റിലീസിലൂടെ ഉണ്ടാകുന്നതും സഹായം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എനി ക്വസ്റ്റ്യൻസ് ഐ എം റെഡി ടു ആൻസർ. താങ്ക് യു. I appreciate your effort for this, okay? But it's better for the rich people. Is there any plan for the poor people? It is ഈ ഇൻഡ്യൂസസ് പറഞ്ഞു വെച്ചാൽ ഇത് ഇസ് നോട്ട് ഫോർ റിച്ച് പീപ്പിൾ ഓർ പൂർ പീപ്പിൾ. ആൻഡ് പ്രഗ്നൻസിയും അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഡീൽ ചെയ്യേണ്ടത് എല്ലാവർക്കും ആവശ്യമാണ്.
ആൻഡ് ഗവൺമെൻറ് സെക്ടറിൽ, പബ്ലിക് ഹെൽത്ത് സെക്ടറിൽ വളരെ അഡ്വാൻസസ് അതിനകത്ത് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഇൻഡീസസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്തത്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 30% ആണ് ഗവൺമെൻറ് ഇപ്പോഴും അവരുടെ പബ്ലിക്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു 30%ഓ 35%ഓ ഉള്ളൂ. 65% പ്രൈവറ്റ് ഹെൽത്ത് കെയർ. അപ്പോൾ പ്രൈവറ്റ് ഹെൽത്ത് കെയറും ഇതിനകത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. സർട്ടൺ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുന്നതും അതിൻ്റേതായ ഫോർ എക്സാമ്പിൾ ഒരു ബേബിക്ക് കുഴപ്പമുണ്ടെങ്കിൽ അതിനെ യൂട്രസിനകത്ത് വെച്ച് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുക, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ഇപ്പോൾ കിംസിലുണ്ട്. അതുപോലുള്ള 1-2 പ്രൈവറ്റ് സെക്ടേഴ്സിലെ കേരളത്തിൽ കാണുള്ളൂ. പല ഗവൺമെൻറ് സെക്ടറിലും ഉണ്ടോയെന്ന്, ഒരു ഗവൺമെൻറ് സെക്ടറെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ജോയിൻ്റ് എഫർട്ട് വേണം എന്നുള്ള കാര്യത്തിൽ ഞാൻ ഡെഫിനറ്റായിട്ട് സമ്മതിക്കുന്നു. ഈ ഗവൺമെൻറ് നടത്തിയാലും പ്രൈവറ്റ് സെക്ടർ നടത്തിയാലും ഹെൽത്ത് കെയറിനൊരു കോസ്റ്റുണ്ട്. അപ്പോൾ ഗവൺമെൻറ് നടത്തുന്നത് ഫ്രീ ആയിട്ടല്ല, പ്രൈവറ്റ് സെക്ടർ നടത്തുന്നത് പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ മീഡിയയ്ക്കും പേപ്പറിനും അതേപോലെ തന്നെ പബ്ലിക്കിനും എല്ലാം ഉണ്ടാകണമെന്നുള്ള വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. കാര്യം വെച്ചാൽ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നത് പബ്ലിക് മണി ത്രൂ ദ ഗവൺമെൻറ് സ്പെൻഡിങ്, ആൻഡ് മെനി ടൈംസ് ഇറ്റ് ഈസ് not as efficient as the private sector spending. And the private sector, comparatively speaking, more efficiently can spend the same money more effectively. അപ്പോൾ ഇതിനാണ് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എപ്പോഴും വേണമെന്ന് പറയാറ്. നമ്മൾ പല കാര്യങ്ങളിലും ഇപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഇന്ത്യ തൊട്ടും ഇന്ത്യയിൽ എല്ലായിടത്തും മൊത്തമായിട്ട് തന്നെ പലയിടത്തും പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പല സ്റ്റേറ്റ്സിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ അത് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പല വിധത്തിലും അങ്ങനെ ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കെയറിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അത് അച്ചീവ് ചെയ്യാനായിട്ട് ഈ പാർട്ടിസിപ്പേഷനും കൊളാബറേഷനും കൊണ്ട് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. We should make it. It is our duty to make it affordable for every person in this country, because it is a fundamental right for you as well as me. And so rich and poorness should not happen there. പക്ഷേ ഒരു കാര്യം ഡെഫിനറ്റായിട്ട് പറയാം. ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ഞാൻ തുടങ്ങിയപ്പോഴും നമ്മൾ 25 lakhs തുടങ്ങിയ കോസ്റ്റ് ഇപ്പോൾ കൂടുതൽ ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ 17-18 ലക്ഷത്തിനാണ് തുടങ്ങുന്നത്. എന്നിട്ട് ഒരു പുവർ ആളെങ്കിലും ചെയ്യാതെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടില്ല. കാര്യം വെച്ചാൽ പല വിധത്തിൽ ഒന്ന് ഞങ്ങളുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ചിലപ്പോൾ ഫണ്ട് ചെയ്യും, നമ്മുടെ CSR ആക്ടിവിറ്റിയിൽ നിന്ന് ഫണ്ട് ചെയ്യും, അല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ് ഉണ്ട്. സോ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകത പല സ്റ്റേറ്റ്സിലും കാണത്തില്ല. നമ്മുടെ പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ many people pitch in to contribute for such people. ഇപ്പോൾ നിങ്ങളുടെ തന്നെ പേപ്പറിലിട്ട് കഴിഞ്ഞാൽ എത്ര കേസസ് നിങ്ങളുടെ പേപ്പറിലിട്ടിട്ട് തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വിനോദിൻ്റെ അടുത്തെല്ലാം, please look into this case and see whether we can do, and we have done it. So you play your part beautifully. We are also trying to, ഞങ്ങളെന്താ ചെയ്യുന്നത്, സൊസൈറ്റൽ ഇമ്പാക്റ്റ് ഇല്ലാതെ ഒരു പ്രൈവറ്റ് കെയറോ ഒരു ഹെൽത്ത് കെയറോ കേരളത്തിലല്ല എങ്ങനെയൊക്കെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. So we tried that. But whether we can give it free is impossible. You know that there is a cost. So we should try, we should collaborate, and we should do it. സങ്കീർണമായ ഗർഭാവസ്ഥ അത് തന്നെയാണ് എൻ്റെ ഒരു വിഷൻ വെൻ വി സ്റ്റാർട്ടഡ്. 2009 നമ്മൾ ആദ്യത്തെ സങ്കീർണ ഗർഭാവസ്ഥ ക്ലിനിക്ക് കിംസിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ ജോൺ പറഞ്ഞത് എനിക്കൊന്ന് പറയാനുണ്ട്, മൾട്ടി ഡിസിപ്ലിനറി ടീം കെയർ. അത് മാത്രമാണ് നമ്മുടെ വിജയം. ഈ മൾട്ടി ഡിസിപ്ലിനറി ടീം എന്ന് പറയുമ്പോൾ ഓരോരുത്തർ വന്ന് അവരുടെ അഭിപ്രായം പറഞ്ഞ് പോകുന്നതല്ല, ഒരുമിച്ചിരുന്ന് കൂട്ടായിട്ടൊരു തീരുമാനമെടുത്ത് അത് ആ ഗർഭിണിക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായും ഔട്ട്കം വളരെ വളരെ വ്യത്യാസമുണ്ട്. അത് അദ്ദേഹം ഇപ്പോൾ രാവിലെ പറയുന്നുണ്ടായി, വികസിത രാജ്യത്ത് പോലും അങ്ങനെ ഒരു ടീം കെയർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് നമ്മുടെ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിംസിൽ നമ്മുടെ ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി, അതുപോലെ സാറ് പറഞ്ഞു ഫീറ്റൽ മെഡിസിൻ, ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രശ്നങ്ങളാണ് ഫീറ്റൽ മെഡിസിൻ എന്ന് പറയുന്നത്. ഉള്ളിലെ ഗർഭസ്ഥ ശിശുവിന്
സർജിക്കൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ നേരത്തെ താങ്കൾ ചോദിച്ചു പബ്ലിക് പ്രൈവറ്റിന് വ്യത്യാസമുണ്ടോ എന്ന്. തീർച്ചയായും SIT ഹോസ്പിറ്റലിലെ ഒരു പേഷ്യൻറ്റിനെ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച യൂട്രസിനകത്തൊരു പ്രൊസീജിയർ ചെയ്തത്. അത് സാറിൻ്റെ ഒരു വിഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവർക്ക് കിംസിലെ കോസ്റ്റ് അല്ലാതെ തികച്ചും എത്ര അഫോർഡബിൾ ആണോ ആ ലെവലിൽ തന്നെ ആ പ്രൊസീജിയർ ചെയ്ത ആ 2 ശിശുക്കളെ സേവ് ചെയ്ത് തിരിച്ച് SITയിലേക്ക് അയക്കാൻ സാധിച്ചു. സോ ഒരു ബ്ലൈൻഡായിട്ട് ഇതൊരു റിച്ച് ആൻഡ് പുവർ ബോൾ ഗെയിം അല്ല. ദിസ് ഇസ് ബിറ്റ്വീൻ എ മെറ്റേർണലിറ്റി വെയർ ദർ ഇസ് എ കോംപ്ലിക്കേഷൻ വെയർ ബോത്ത് ദ മദർ ആൻഡ് ദ ബേബി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആ ഫണ്ടിങ്ങിനെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല, ഞാനൊരു ക്ലിനീഷ്യനാണ്. പക്ഷേ അതൊരു മാനദണ്ഡമല്ല ഒരു അമ്മയോ കുഞ്ഞിനെയോ രക്ഷപ്പെടുത്താൻ. താങ്ക് യു സോ മച്ച്. Thanks. Thank you. Thank you for watching.